നമസ്കാരം. MPL ഇൻഫോർടൈൻമെന്റിന്റെ ഫിലിം മേക്കിംഗ് ടെക്നിക്സിലെ 13ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് തിരക്കഥയെ കുറിച്ചും അല്ലെങ്കിൽ ഫിലിം മേക്കിങ്ങിനെ കുറിച്ചും ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം കണ്ട് അഭിപ്രായങ്ങൾ പറയുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വലിയൊരു നന്ദി പറയുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മളൊരു തിരക്കഥ എഴുതാൻ പോവുകയാണ്. അങ്ങനെ എഴുതാൻ പോകുന്ന ഒരു വ്യക്തി സ്വയം ചോദിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നിങ്ങളുടെ കയ്യിൽ റെഡി ആണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻസോ മറ്റോ ഇല്ലാതെ എഴുത്തിന്റെ മറ്റു ഘട്ടങ്ങളിലേക്ക് കടക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഇതുവരെ ഈ ചാനലിലെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനലിലെ വീഡിയോസ് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോ തിരക്കഥ എഴുതാൻ പോകുന്ന ഒരാൾ സ്വയം ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളിൽ ആദ്യത്തേത്, നിങ്ങളുടെ കയ്യിൽ പൂർണ്ണമായിട്ടുള്ള ഒരു കഥയുണ്ടോ? മിക്ക ആളുകളും എഴുതി തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അത് നിന്നു പോകാനുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ മനസ്സിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കഥയില്ല എന്നുള്ളതാണ്. കഥ നമുക്ക് എഴുതണം എന്നൊന്നുമില്ല, പേപ്പറിൽ ഒരു ഫുള്ളായിട്ടുള്ള ഒരു കഥ എഴുതി വെക്കണമെന്നില്ല. എങ്കിൽ തന്നെ അയാളുടെ മനസ്സിൽ, എഴുതുന്ന ആളുകളുടെ മനസ്സിലുണ്ടായിരിക്കണം എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കഥയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം. ഇല്ലെങ്കിൽ പല ഘട്ടങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംശയം തോന്നാം, ഇവിടെ എന്താ സംഭവിക്കുക, അവിടെ എന്താ സംഭവിക്കുക, അങ്ങനെ പല സംശയങ്ങളും തോന്നാം. കുറെ ആളുകൾ ഒരു ഐഡിയ വെച്ചിട്ട് തിരക്കഥ എഴുതാൻ തുടങ്ങും, അതായത് ഒരു ചെറിയൊരു ത്രെഡ് വെച്ചിട്ട് തിരക്കഥ എഴുതാൻ തുടങ്ങും. പക്ഷെ അങ്ങനെ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് സീൻ ഡെവലപ്മെന്റിന്റെ സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് ആ ത്രെഡ് നമ്മളുടെ മനസ്സിലിട്ട് അതിങ്ങനെ വർക്കൗട്ട് ചെയ്ത് ആ കഥയ്ക്ക് ഒരു രൂപം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരും. അങ്ങനെ പൂർണ്ണമായിട്ടുള്ള ഒരു കഥയുടെ രൂപം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സീൻ ഡെവലപ്മെന്റ് സമയത്ത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, പൂർണ്ണമായിട്ടുള്ള ഒരു കഥയെക്കുറിച്ചുള്ള ധാരണ നിങ്ങൾക്കുണ്ടോ. 2, നല്ലൊരു ഓപ്പണിംഗ് ഉണ്ടോ നിങ്ങളുടെ സിനിമയ്ക്ക്. ഏതൊരു പ്രേക്ഷകനെയും, ഞാനും നിങ്ങളിവിടങ്ങുന്ന ഏതൊരു പ്രേക്ഷകനെയും സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു തുടക്കം. ഏതൊരു സിനിമയ്ക്കും നല്ലൊരു തുടക്കം അത്യാവശ്യമാണ്. ഒരു പക്ഷേ ഇനിയുള്ള കാലത്തേക്കെങ്കിലും OTT പ്ലാറ്റ്ഫോമും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രേക്ഷകനെ ഇംപ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ കഥയുടെ ഉള്ളിലേക്ക് ഇരുത്താനുള്ള എലിമെന്റ്സ് അതിനകത്ത് ഇല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ സിനിമയെ അവർ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മളെ പ്രേക്ഷകരെ കഥയിലേക്കും കഥയുടെ പശ്ചാത്തലത്തിലേക്കും ആകർഷിക്കുന്ന എലിമെന്റ്സ് സിനിമയുടെ സ്റ്റാർട്ടിങ് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് പ്രധാനമായിട്ടൊരു ഘടകമാണ്. അപ്പോൾ നല്ലൊരു തുടക്കമുണ്ടോ നിങ്ങളുടെ സിനിമയ്ക്ക്. 3ാമത്തെ കാര്യം പറയാം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആക്ട് 1, ആക്ട് 2, ആക്ട് 3. നിങ്ങളുടെ സിനിമയിൽ ആദ്യം കാണിക്കുന്ന ആക്ട് 1 ആവാം, 2 ആവാം, 3 ആവാം. ആദ്യത്തെ ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ കഥയെയും കഥാ പശ്ചാത്തലത്തെയും ഒക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു. എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നതിനൊപ്പം തന്നെ ആ സിനിമയുടെ പ്രധാന ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഹിന്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് കുറെ ആളുകളെ പരിചയപ്പെടുത്തി, കുറെ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി ഒരു 3/4 മണിക്കൂർ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രേക്ഷകൻ തമ്മി ചോദിക്കും, ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഥാപശ്ചാത്തലത്തെയും കഥാപാത്രങ്ങളെയും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ കഥയുടെ ഉദ്ദേശ ലക്ഷ്യം അല്ലെങ്കിൽ ആ കഥ എന്തിലേക്കായിരിക്കാം ഒരുപക്ഷെ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഹിന്റ് നമ്മൾ കൊടുത്തിരിക്കണം. അത് ചിലപ്പോൾ നമ്മുടെ ക്യാരക്ടറിനുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തും ആവാം. ആ സിനിമയുടെ ഉദ്ദേശം നമ്മൾ ഏതാണ്ട് ഒരു 1/4 മണിക്കൂറിനുള്ളിൽ ഒരു ചെറിയ ഹിന്റുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടാവണം. അതുണ്ടോ നിങ്ങളുടെ കയ്യിൽ? അതാണ് 3ാമത്തെ ഘടകം. 4ാമത്തെ ചോദ്യം, നമ്മളുടെ മെയിൻ ഇൻസിഡന്റ് എത്രത്തോളം ഇംപ്രസീവ് ആണ്. നമ്മൾ സിനിമയിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇൻസിഡന്റ് അതായിരിക്കണമല്ലോ നമ്മുടെ കഥയുടെ ഗതിയെ പിന്നീട് മാറ്റുന്ന ഒരു ഇൻസിഡന്റ്. അത് എത്രത്തോളം ഭംഗിയായിട്ട് നിങ്ങൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്, എത്രത്തോളം പുതുമയുള്ള രീതിയിൽ നമുക്കത് കാണിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ അത് കാണിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മെയിൻ ഇൻസിഡന്റ് എന്താണ് സംഭവിക്കുന്നത്, ആ സംഭവത്തിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ വേണം. അത് പ്രസന്റ് ചെയ്യുന്ന രീതിയെ കുറിച്ച് നല്ല ധാരണ വേണം. ഇതിനുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. 5ാമത്തെ കാര്യം, നമ്മളെ കഥ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് പോവുകയാണോ, അതോ ഇടയ്ക്ക് നല്ല രീതിയിൽ പ്രേക്ഷകനെ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ടുള്ള കോൺഫ്ലിക്ട്സ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ബാങ്ക് റോബറി നടത്തുന്ന ഒരു കഥയുടെ ഒരു സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൊള്ളക്കാർ വന്നിട്ട് അവർ പ്ലാൻ ചെയ്ത് ബാങ്ക് റോബറി നടത്തി പോകുന്നു. ഇങ്ങനെ നടത്തുമ്പോൾ നേരെ പോയിട്ട് അവരുടെ ലക്ഷ്യം കൈവരിച്ചവരാണെന്നുണ്ടെങ്കിൽ കാണുന്ന ആൾക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾ പ്രേക്ഷകന് ഒരിക്കലും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അവൻ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, ഓരോ മൊമെന്റിലും ഈ കഥയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രതീക്ഷയെ മറികടക്കുന്ന രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ കഥയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. 6ാമതായിട്ട് ഒരു റെസൊല്യൂഷൻ. നമ്മൾ ഉദ്ദേശിച്ച കഥ, നമ്മൾ കഥ പറഞ്ഞു, കഥയിൽ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു, കഥയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ആ പ്രശ്നത്തിന് ഒരു റെസൊല്യൂഷൻ നമ്മൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടോ നമ്മുടെ കഥയിൽ എന്ന് ചെക്ക് ചെയ്യണം. അത് നമ്മൾ വേറൊരാൾക്ക് വായിക്കാൻ കൊടുക്കുമ്പോൾ അവർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ സെൻട്രൽ ക്യാരക്ടറിന് ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രോബ്ലം സോൾവ് ആയിക്കിട്ടെ, നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങൾ സോൾവ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിലാക്സേഷൻ ഉണ്ട്. അത്
കാണുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒക്കെ ഉണ്ടാവാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ നമ്മളുടെ കഥയ്ക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഏഴാമതായിട്ട് നല്ലൊരു എൻഡിങ് ഇമേജ്. അതായത് മിക്ക സിനിമകളെയും നമ്മളുടെ മനസ്സിലിരുത്തുന്നത് അവയുടെ എൻഡിങ് ഇമേജുകളൊക്കെ ആയിരിക്കും. എൻഡിങ് ഇമേജ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം കാണിക്കുന്ന ഷോട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കഥ കാണുന്ന പ്രേക്ഷകൻ അവൻ തിയേറ്ററിൽ നിന്ന് പോകുമ്പോൾ അവന്റെ മനസ്സിൽ ചിലപ്പോൾ ഈ ഫ്രെയിം ആയിരിക്കും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു മൊമെന്റ് ആയിരിക്കും അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുക. അതിനാണ് എൻഡിങ് ഇമേജ് എന്ന് പറയാം. പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നമ്മളുടെ നായകന് ജോലി കിട്ടിയിട്ട് അയാൾ നടന്നു വരുന്ന ഒരു സീനുണ്ട്. ഒരുപാട് ആളുകൾ അയാളുടെ ഓപ്പോസിറ്റ് നടന്നു പോകുന്നുണ്ട്. അയാൾ ഒരു ക്രൗഡിന്റെ ഉള്ളിൽ കൂടെ നടന്നു വരുന്നുണ്ട്. ആള് സന്തോഷം കൊണ്ട് കരയും ചിരിക്കുകയൊക്കെ ചെയ്തു വരുന്ന ഒരു സീനാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, നമ്മുടെ മനസ്സിലൊക്കെ നിൽക്കുന്ന ഒരു സീനാണ്. അങ്ങനെയുള്ള ഒരു ഫ്രെയിം, അല്ലെങ്കിൽ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. അങ്ങനെ ഒരു എൻഡിങ് ഇമേജ് നമ്മളുടെ സിനിമയിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസിക് ആയിട്ടുള്ള എഴുത്തിന് മുമ്പ് നമ്മൾക്ക് കിട്ടേണ്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇനി ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരും. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം അതിൻ്റെയൊക്കെ ഒരു ആൻസർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എഴുതി തുടങ്ങാവുന്നതാണ്, സംഗതി എഴുതി ഫലിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റു വീഡിയോകൾ പോലെ ഇതും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാണ്, ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.